കൊച്ചിയിലെ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ തോക്കുമായി എത്തിയയാളെ പോലീസ് പിടികൂടി. ഉദയംപേരൂർ സ്വദേശിയായ അജീഷിനെയാണ് പോലീസ് പിടികൂടിയത്. എസൻസ് എന്ന സ്വതന്ത്ര ചിന്തരുടെ കൂട്ടായ്മ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം. ചോദ്യം ചെയ്യലിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തോക്ക് കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് അജീഷ് പോലീസിനോട് പറഞ്ഞത്. ഡിവൈഎഫ്ഐ നേതാവ് വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയാണ് അജീഷ്. ഒരാൾ ഗണ്ണുപയോഗിച്ച് അകത്തേക്ക് കയറി. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. പോലീസ് അത് CCTV പരിശോധിച്ച് ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അയാളെ കസ്റ്റഡിയിലായതിനു ശേഷം പോലീസ് മൊത്തം ഒന്ന് ബോംബ് സ്ക്വാഡിനെ വെച്ച് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങളത് എല്ലാവരും പുറത്തേക്കാക്കി. ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി. നിലവിൽ ഈ ഗണ്ണുമായിട്ട് അകത്ത് കയറിയ ആൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഞങ്ങൾ ഗണ്ണുമായിട്ട് അകത്തേക്ക് വന്നപ്പോൾ നമ്മളിവിടുന്ന് സെക്യൂരിറ്റി ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു ആൾ. പക്ഷേ പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ് ചെയ്തത്. പിന്നെ അപ്പം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് അവരെ കറക്റ്റ് സമയത്ത് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ. അജീഷ് എന്നയാളാണ് വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷിയാണ്. അപ്പോൾ അയാൾക്ക് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് ഉണ്ടോ, മറ്റേതെങ്കിലും പോലീസ് സംശയിക്കുന്നുണ്ടോ? ഈ പരിപാടി ഇപ്പോൾ സാധാരണഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഡിവിഷൻ ലിറ്റ്മസ് 25 എന്നുള്ള പേരിലാണ് യുക്തിവാദികളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരുടെ ഒരു കൂട്ടായ്മ ഇന്ന് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. രാവിലെ 10:30 ശേഷമാണ് ഈ പരിപാടി തുടങ്ങിയത്. ഏതാണ്ടൊരു 1.5 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ആളുകളെ ദേഹപരിശോധന നടത്തിയാണ് അകത്തേക്ക് കയറ്റിവിട്ടുകൊണ്ടിരുന്നത്. ഓൺലൈനായും ഓഫ്ലൈനായും രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെ അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നതിനിടെ സംഘാടകർ തന്നെ നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് തോക്കുമായി ഒരാൾ എത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ സംഘാടകർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിനെ വിവരമറിയിച്ചു. കടവന്ത്ര പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഉദയംപേരൂർ സ്വദേശിയായ അജീഷ് എന്നയാളാണ് ഇത്തരത്തിൽ തോക്കുമായി എത്തിയത്. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന വിദ്യാധരൻ കൊലക്കേസിൽ സാക്ഷിയായിരുന്നു അജീഷ് എന്നാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സ്വന്തം സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ റൈഫിൾ കൈവശം വെച്ചത് എന്ന് ഇയാൾ പറയുന്നു. അതേസമയം റൈഫിൾ കൈവശം വെക്കണമെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. ലൈസൻസ് ആവശ്യമുള്ള റൈഫിളാണോ, ആവശ്യമുള്ളതാണെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നു. ഈ ചിന്തകളോടുള്ള താല്പര്യം മൂലം മാത്രം ഇയാൾ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയതാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനിയും വിശദമാവേണ്ടത്. അതേസമയം ഇത്തരമൊരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഈ സ്റ്റേഡിയത്തിനുള്ളിലുണ്ടായിരുന്ന ഏതാണ്ട് 2000-ലധികം അല്ലെങ്കിൽ 3000-ഓളം വരുന്ന ആളുകളെ മുഴുവൻ പുറത്തിറക്കാൻ പോലീസ് സംഘാടകരോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സംഘാടകർ ഇവരെ പുറത്തിറക്കി വീണ്ടും പരിശോധനകൾ നടത്തിയാണ് ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. തുടർന്നിപ്പോൾ സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇയാളെ കടവന്ത്ര പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയും ചെയ്തു. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ പോലീസ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ശരി, റിയ ബേബി കൂടി ചേരുന്നുണ്ട്. റിയ, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വേഗത്തിൽ തന്നെ ഇടപെടലുണ്ടായി. ബോംബ് സ്ക്വാഡിനെയൊക്കെ വെച്ച് പരിശോധന നടത്തിയപ്പോഴാണ് പെട്ടെന്ന് ഇതൊരു ബോംബ് ഭീഷണിയാണോ എന്നൊരു രീതിയിൽ വാർത്ത വന്നത്. പിന്നീടാണ് അത് കുറച്ചുകൂടി ക്ലാരിറ്റി ആ കാര്യത്തിൽ വന്നത്. എന്താണ് പോലീസും പറയുന്നത്? ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പരിപാടി ഇപ്പോൾ തസ്ലീമ നസ്രീൻ വരുന്നതിനനുസരിച്ച് എന്തെങ്കിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ദിവിഷ്, ഇതിൽ മറ്റ് അസ്വാഭാവികമായി ഒന്നുമില്ല എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഉദയംപേരൂർ സ്വദേശിയായ അജീഷിനെയായിരുന്നു പോലീസ് ഈ തോക്ക് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം സെൻട്രൽ എസിയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഇയാൾക്ക് ലൈസൻസ് ഉള്ള ആളാണ്, തോക്ക് കൈവശം വെക്കുന്നതിന് ലൈസൻസ് ഉള്ള ആളാണ്. ഈ മുമ്പ് ഡിവൈഎഫ്ഐ നേതാവായ വിദ്യാധരന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയുകയും ഒക്കെ ചെയ്ത ആളാണ്. പ്രധാന സാക്ഷിയുടെ മകൻ കൂടിയാണ് അജീഷ്. അതുമായി ബന്ധപ്പെട്ട് ചില ഭീഷണികളും മറ്റും അജീഷിനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വയം രക്ഷയ്ക്കായാണ് തോക്ക് കൈവശം വെച്ചതെന്നാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് ഈ പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഈ തോക്ക് കൈവശം കണ്ടെത്തുകയും പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയും പിന്നീട് ബോംബ് സ്ക്വാഡ് അടക്കം വിശദമായി തന്നെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് പറയുന്നത്. ഈ അജീഷിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്യും. പരിപാടി സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മുമ്പൊരു കേസിൽ സാക്ഷി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്രമണം, അതോടൊപ്പം തന്നെ ഭീഷണി, അതൊക്കെയാണ് ഈ തോക്ക് കൈവശം വെക്കാൻ കാരണമായത് എന്നതാണ് അജീഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു പ്രതികരണം കൂടി ഇക്കാര്യത്തിലുണ്ട്, അതും കൂടെ കേട്ട ശേഷം. അപ്പം ഞാനിങ്ങനെ നോക്കി എന്തോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നി. എന്തോ ഒരു സ്റ്റെബിലിറ്റി അതുപോലെ സംസാരിക്കുന്നു. അങ്ങനെ അതിനുശേഷം അവനടുത്ത് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഞാനും പുറത്തേക്ക് പോകുമ്പോൾ, ഞാൻ ബ്രദറും കൂടെ പുറത്തേക്ക് പോകുമ്പം അവിടെ നിന്ന് പോലീസ് ലോക്കാക്കി എന്നാണ് കാണുന്നത്. ഒരു പിസ്റ്റൺ എടുത്ത് പോലീസ് പോക്കറ്റിലേക്ക് ഇടുകയാണ് ചെയ്തത്. പിസ്റ്റൾ തോക്ക് ഈ വന്നയാളുടെ പോക്കറ്റിൽ പിടിച്ചെടുത്തു.
പോലീസ് ലോക്ക് ചെയ്തു. ഈ തോക്കുമായി എന്തിനാണ് ഇതിലേക്ക് വന്നെന്നുള്ളതാണ് ദുരൂഹം. നമുക്കറിയില്ല, ഒരുപക്ഷെ ലൈസൻസ് ഉള്ള തോക്കായി ലൈസൻസ് ഉള്ളതായിരിക്കാം. എന്തിന് തോക്കുമായി ഇവിടെ വരേണ്ടി വന്നു?